മുതലാളിക്ക് അറിയാമോ, കോടീശ്വരനല്ലേ അവൻ, കോടീശ്വരൻ. കൊട്ടാരല്ലേ അവന്റെ വീട്. അവന്റെ വീട്ടിൽ കോടിക്കണക്കിന് നോട്ടുകൾ ബാത്റൂമിലും ബെഡ്റൂമിലും ഇങ്ങനെ അടുക്കി വെച്ചേക്കണല്ലേ. ഈ നോട്ടൊക്കെ കൊണ്ടുവന്നെ ആരാന്നറിയാമോ? അൺലോഡിംഗ് പാർട്ടിയല്ലേ കൊണ്ടുവന്നത്. അത്രയ്ക്ക് കാശുകാരാണ്. പിന്നെ അച്ഛൻ അബ്കാരി, അമ്മ പഞ്ചായത്ത് പ്രസിഡന്റുകാരി, പിന്നെ 3 ചേട്ടന്മാര്. മൂത്തവൻ പണക്കാരൻ, രണ്ടാമത്തവൻ പണക്കാരൻ, മൂന്നാമത്തവൻ പണക്കാരൻ, മൊത്തം പണക്കാരൻ. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ആകാശവാണിയിലുണ്ടായിരുന്നു. എപ്പോഴും പഠിക്കുന്നത് കേട്ടോ. മുതലാളി ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ടാണ്. കുറെ നേരമായാലും നടക്കാൻ തുടങ്ങിയിട്ട്. എവിടെയാ അവന്റെ വീട്? അതാ ഞാൻ നോക്കണത്. കുറച്ച് നടന്നാൽ മതി, ഇപ്പൊ എത്തും. മാമലാളി കുറച്ചു നടന്നാൽ ശബരിമല എത്തും. യോ, എന്തൊരു മായ. മിനിഞ്ഞാന്ന് ഞാൻ വരുമ്പോ അവന്റെ വീട് ഇവിടെ ആയിരുന്നു. ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായോ? ഇത് മെസ്മറീസോ? ഇങ്ങനെ നോക്കരുത് മുതലാളി. ഒരു മിനിറ്റ്. അയ്യോ, സോറി ചേട്ടാ. ഈ ഉണ്ണികൃഷ്ണന്റെ വീട് എവിടെ? ഈ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഒരു പി ഉണ്ണികൃഷ്ണൻ, പിന്നെ ഒരു കെ ഉണ്ണികൃഷ്ണൻ. ഈ എന്ന് പറഞ്ഞ ജംഗ്ഷനല്ല, വെറും ഉണ്ണികൃഷ്ണൻ. എന്താ? പള്ളിപ്പറമ്പിൽ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ലോ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണനല്ല, പള്ളിപ്പറമ്പിൽ തന്നെ എന്റെ അഡ്രസ്സാ. അത് ശരി. എടോ, എന്തെങ്കിലും ഒരു ക്ലൂ താടോ. കുളു തരാനായിട്ട് 10 പൈസ കയ്യിലോ. അതല്ല, ആളിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടല്ലോ. ആളെന്ന് പറഞ്ഞാല് ഈ പച്ച ഷർട്ട് ഇട്ടിട്ട് ചുമന്ന കാറില് ഈ വെള്ള ഷർട്ട് ഇട്ടിട്ട് പൊക്കം കുറഞ്ഞ ഈ ഭ്രാന്തുണ്ടോ? അപ്പൊ ഭ്രാന്തുള്ളവരോട് താൻ സംസാരിക്കണം. പോടാ. എന്റെ സ്വഭാവം പറഞ്ഞേക്കാം. വേണ്ട, അല്ല മുതലാളി. പോരാ, എന്റെ അടുത്ത് വേണ്ട. സത്യം പറ, അറിയോടാ? എനിക്കറിയില്ല. മുതലാളി, അളിയൻ, മുതലാളി, അളിയൻ, അളിയാ, അളിയാ, ഞങ്ങളുടെ അളിയാ, ഓടുന്ന അളിയാ, വീഴും. അളിയാ, അവിടെ. അയ്യോ, അയ്യോ, അളിയാ, നിക്കളിയാ. ഒടുക്കത്തെ വഴി. അയ്യോ, നീ ഒറ്റ ഒരുത്തനെല്ലാം കാരണക്കാരൻ. ഇനിയിപ്പോ എല്ലാം കൂടി എന്റെ തലയിലേക്ക് വെച്ചോ. ആളെ കാണിച്ചത് അവനെ പിടിക്കാൻ മേലായിരുന്നു. അപ്പൊ അത് മുതലാളിക്കാവായിരുന്നില്ലേ? അല്ലെങ്കിൽ പണ്ടേത് ചായക്ക് പറയാനും തന്തക്ക് പറയാനും ഞാൻ ഒരുത്തനുള്ളൂ. പേടിക്കാതിരി, ഞങ്ങളല്ലേ. എടാ, ഞാനൊരു തല്ലാനും കൊല്ലാനൊന്നും വന്നതല്ല. നിന്നെയും കാര്യത്തിൽ ഒന്ന് കാണാൻ വന്നല്ലേടാ. നേരാ. നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അവളെന്നെ അന്വേഷിക്കാറുണ്ടോടാ? ഉണ്ടോന്നോ? അവക്ക് ഈ പരമേട്ടന്റെ കാര്യം പറയാനല്ലേ നേരുള്ളൂ. പരമനല്ല, രാമൻ. രാമന്റെ. അവക്ക് സുഖമല്ലേടാ? ഓ പിന്നെ, അവക്ക് പരമ സുഖല്ലേ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. പ്രശ്നം 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 പ്രശ്നമൊന്നുമില്ല. പ്രശ്നം സോൾവ്. പോകാൻ മുതലാളി. എന്തൊരു ആത്മാർത്ഥ. കേറ് മുതലാളി. കേടാ ഇങ്ങോട്ട്. എന്തൊരു സ്നേഹമുള്ള അളിയൻ. ഈ അളിയന്മാരായി എങ്ങനെ വേണം? അവൻ നല്ല പയ്യനല്ലേ. അവിടെ ചെന്ന് അവളോട് ചൂടാനൊന്നും നിൽക്കരുത് പറഞ്ഞു. എനിക്കറിയില്ല. അളിയന്മാരെ പോട്ടെ. ഓക്കേ മുതലാളി, മുതലാളി, അവൻ പോണു മുതലാളി. മുതലാളി, അവൻ നമ്മളെ പറ്റിച്ചു. അയ്യോ, സാരമില്ല, വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. മുതലാളിയെ സമ്മതിച്ചു. വാ. അതല്ല, അതിന്റെ നമ്പറാണോ? കവിച്ചു വെച്ചാ പോരെ. മുതലാളി, നീ ഒരു ബാൻഡ് സെറ്റുകാരി അല്ല, അത് വാച്ച്മാനാ. വാച്ച്മാനല്ല, വാച്ച്മാൻ പെണ്ണല്ലേ. അവിടെ ഇരുന്നു. ഞാൻ അങ്ങോട്ട് പോകും. വേണ്ട, ഞാൻ ഇങ്ങോട്ട് പോകാം. വനിതയല്ലേ സെക്യൂരിറ്റി? കാണുന്നില്ല. എനിക്ക് പേടിയാവും. ഞാൻ പോവാ.
എന്റെ പെങ്ങൾ നിന്റെ ഭാര്യയോ അതവിടുത്തെ വേലക്കാരത്തിയോ? പാടോ പുല്ല്, ആരാളോ? പാടോ. രാമേട്ട, ഞാൻ പറയാം, ഒന്നും മനഃപൂർവ്വമല്ല, എല്ലാം ഞാൻ പറയാം. ഈ മുതലാളി ഏത് ഗോഡൌണിലേക്ക് പോയാവോ? പുറത്തിറങ്ങണ്ടെന്ന് വെച്ച് സമ്മതിക്കും. ആരാ ജനല് പറഞ്ഞത്? ആരും കാറ്റായിരിക്കും. എല്ലാം ഞങ്ങളുടെ വിധിയാ. ഇപ്പൊ രാമേട്ട ഇവിടുന്ന് പോകുന്നത് നല്ലത്. ആരെങ്കിലും കണ്ടാൽ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി ജീവിക്കാൻ പറ്റില്ല. രാമേട്ട വരൂ. കണ്ടോ? കണ്ടില്ല. ഓ, രക്ഷപ്പെട്ട്. എടാ നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കടാ. അമ്പടാ. ഇതിലില്ലേ? എടാ നിന്നെ എന്റെ കയ്യിൽ കിട്ടൂടാ. നീ എന്താ ഇവിടെ നിക്കണേ? എന്താ? എടാ നമ്മുടെ വീട്ടിനകത്തൊരു കള്ളം കയറി. ആണോ? ആ, നീ എന്തെങ്കിലും ഒച്ച ബഹളം കേട്ടാ അപ്പ എന്നെ വിവരം അറിയിക്കണം കേട്ടോ. കവല നോക്കല്ലേ? അത് നോക്കിയോ നോക്കിയോ. ചെല്ലേ. വെട്ടി അരിയഞ്ഞ് ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. 2 പേര് പറഞ്ഞു. ആണോ? ഇനി ഒരാളും കൂടെ പറയാനുണ്ട്. കണ്ടിന് ഭയങ്കര ഉജാലയുടെ മണം. നീ വേഗം പൊയ്ക്കോ. ഇവിടെ മുതലാളി ഇതിനകത്തുണ്ട്. ഒരാളെ ഞാൻ പറഞ്ഞു വിട്ടോളാം. നീ ചെല്ല്. കൊത്തി കൊത്തി അരിയിച്ചു. എന്താ? ഒന്നുമില്ല. എന്താ പിന്നെ പറയണ്ടേ? ഉണ്ണി, കള്ളനെ കണ്ടോ? കണ്ടു. എവിടെ? മോളില്. അവിടെ. സദാശിവ, എന്താ ഇവിടെ? വെളിയിൽ നിന്ന് ആരോ വീട്ടിനുള്ളിൽ കയറിയിട്ടുണ്ട്. രാമേട്ടൻ ഇവിടെ? രാമേട്ടൻ എന്നെ കാണാൻ വന്നതാണല്ലേ? എനിക്കറിയാം എന്തെങ്കിലും രാമേട്ടൻ എന്നെ കാണാൻ വരുമെന്ന്. എന്നോട് ഇത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ജയിലിൽ വെച്ചാണ്. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നേ? അയ്യോ, ഞാൻ കൊണ്ടുപോകാൻ വന്നതാണ്. അന്നയുടെ മുതല് കൊണ്ടുപോകുന്ന കളവെന്ന് പറയുന്നത്. അയ്യോ, ഞാൻ നേരത്തെ കണ്ട് കൊണ്ടുപോകാൻ വേണ്ടി നീ മിണ്ടിപ്പോരുത്. ആരെ കൊണ്ടുപോകാൻ വന്നതാണെന്നാ നീ പറയുന്നേ? എന്റെ മുതലാളിയെ. മുതലാളിയോ? ആരാണ് നിന്റെ മുതലാളി? എന്റെ മുതലാളി അറിയില്ലേ? എന്റെ മുതലാളി. പറയണം. അയ്യോ, വിടവനെ. എന്തിനു നീ ഇവിടെ വന്നു? പറയടാ, എന്തിനാ നീ വന്നത്? ഞാൻ വന്നത് അവളെ കൊണ്ടുപോവാൻ. ആരെ? അല്പം മുമ്പ് ഇവൻ പറഞ്ഞു മുതലാളിയെ കൊണ്ടുപോകാൻ വന്നാണ്. ഇപ്പൊ താൻ പറയുന്നു അവളെ കൊണ്ടുപോകാൻ വന്നാണ്. സത്യത്തിൽ ആർക്കൊക്കെ ആരെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്? പറയടാ, ആരെയാ നിനക്ക് കൊണ്ടുപോകേണ്ടത്? എന്നെ. മായേ, എന്നെ കൊണ്ടുപോകാൻ രാമേട്ടൻ വന്നിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ ദുർഗത്തമ്പുരാട്ടിക്ക്? മായ വിളിച്ചിട്ടാണ് എന്റെ മുതലാളി വന്നതെന്ന്. എന്റെ മുതലാളിയും ഈ മായയും തമ്മിൽ കുറെ നാളായിട്ട് പ്രേമത്തിലാ. തമ്മിൽ കാണണോന്നാ എന്തൊക്കെയാ പറയണോന്നാ പറഞ്ഞോണ്ട് മാത്രം വന്നതാണ്. സംശയം മായ വിളിച്ച് ചോദിച്ചു നോക്ക്. ഇല്ലേ മുതലാളി? മായേ, സത്യമാണോ ഇവരെ പറയുന്നത്? അതെ. വെറുതെ കിടന്ന് ബഹളം വെച്ചാ നാളെക്കേടി തറവാടിനാ. വാ മുതലാളി, നമുക്ക് പോവാം. രാമേട്ട, ഞാനും വരുന്നു കൂടെ.
മായേ ചേച്ചി എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഞാൻ പോവാ. പോകരുത്. ഇവൻ ആരാണെന്ന് എനിക്കറിയില്ല. ആരും ആയിക്കോട്ടെ, പക്ഷേ സ്നേഹിച്ചു പോയി, ഇഷ്ടപ്പെട്ടു പോയി. പോവാ. മായേ, മായേ, പിടിക്കണേ അവളെ. ദുർഗാദേവി, എന്നെ തടയാൻ നിങ്ങളുടെ ഈ വളർത്തു നായ്ക്കൊക്കെ കഴിയുമെങ്കിൽ തടയട്ടെ. ഞാനിവിടെ കൊണ്ടുപോവാ.